ഞാൻ അല്ലമ്മയ്ക്കെതിരെ വീഡിയോ ഇട്ടപ്പോൾ അല്ലമ്മ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. വണ്ടിയുടെ മേറ്റെടുത്തപ്പോൾ ഫുൾ ഹോളായിരുന്നു, അവരെങ്ങനെ ഇതുവരെ ഓടിയെത്തിയെന്ന് അറിയില്ല എന്നൊക്കെ ആയിട്ട്. ഈ വണ്ടിയിൽ തുരുമ്പുള്ളതുകൊണ്ടാണ് വണ്ടി നേരത്തെ പണിയാൻ കൊടുത്തത്. കാരണം എനിക്ക് 2025 ഓഗസ്റ്റിലാണ് എനിക്ക് വണ്ടിയുടെ ടെസ്റ്റ് വരുന്നത്. ഇത്രയും മുന്നേ ഞാൻ അവന് പണിയാൻ കൊടുത്തെങ്കിൽ ഈ തുരുമ്പായോണ്ടല്ലേ അവന് ഞാൻ നന്നാക്കാൻ കൊടുത്തത്. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ മാത്രമേ തുരുമ്പുള്ളൂ, വേറെ ഒരിടത്തും തുരുമ്പില്ല. ആ സമയത്ത് അതും പറഞ്ഞ് എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തരുകയും ചെയ്തു. ബ്രോ ഇത് മൊത്തം പോയി ബ്രോ. പിന്നെ ഒന്നേന്ന് ഫ്ലോർ ചെയ്തേ പറ്റുള്ളൂ. ഫ്ലോറുണ്ട് മൊത്തം പോയി. ഇത് ചെയ്തു വരണമെങ്കിൽ നല്ല ഫണ്ടാകും. അതിനെക്കാട്ടിയും ഇത് ഫ്ലോർ മേടിക്കുന്ന. കുറച്ച് നാളും കഴിഞ്ഞ് വണ്ടി കിട്ടാത്തപ്പോൾ ഞാൻ അവനോട് ദേഷ്യപ്പെട്ടപ്പോൾ അവർ ബില്ല് അയച്ചു തന്നു. ഇപ്പോൾ ഇത്രയായെന്നും പറഞ്ഞിട്ട് ഞാൻ ഇതിൽ നോക്കിയപ്പോൾ പ്ലാറ്റ്ഫോമിന് 3000 രൂപ എഴുതിയിട്ടുണ്ട്, റണ്ണിങ് ബോർഡിന് 900 രൂപ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 25,000 രൂപ പാച്ച് വർക്കെന്നും പറഞ്ഞ് വേറെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഏതെന്ന് എനിക്കും അറിയില്ല. പിന്നെ അതാ പെയിൻറ്റിന് തന്നെ 25,000 രൂപ, അത്രയ്ക്കുള്ള പെയിൻറ്റും അടിച്ചിട്ടില്ല. ഈ ഡേറ്റിലാണ് ഞാൻ അവന് വണ്ടി പണിയാൻ കൊടുത്തത്. അഡ്വാൻസ് 30,000 രൂപ. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഒരു 10,000 രൂപ, അത് അവൻ്റെ പെങ്ങളുടെ പേരിലാണ് വാങ്ങിച്ചത്. പിന്നെ വണ്ടി എടുക്കാൻ പോയപ്പോൾ ഒരു 60,000 രൂപ, അവൻ നടറോട്ടിൽ നിന്ന് ബഹളം ഉണ്ടാക്കി 60,000 രൂപ മേടിച്ചു. എനിക്കെതിരെ അവൻ ഇട്ടിരുന്ന വീഡിയോ എല്ലാം അവൻ ഡിലീറ്റും ചെയ്തു. സത്യം ആരുടെ അടുത്താണെന്ന് അവന് മനസ്സിലായി. ഒരു കാര്യം പറയാൻ മറന്നു, കല്ലറയിലുള്ള ഈ അല്ലമ്മിയെ പോലെ എല്ലാ അല്ലമ്മിമാരും മോശക്കാരല്ല കേട്ടോ, നല്ല അല്ലമ്മിമാരും ഉണ്ട്. ഇനിയുമുണ്ട് അല്ലമ്മയുടെ ലീലാവിലാസങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. ബൈ.